നമസ്കാരം. ജമ്മു കാശ്മീരിലെ ഉറി ഭീകരാക്രമണത്തിൽ 19 സൈനികർ വീരമൃത്യു വരിച്ചിട്ട് 10 ദിവസങ്ങൾ തികയുന്ന ദിവസം. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യ തലസ്ഥാനത്ത് ഒരു നിർണായക യോഗം വിളിച്ചു ചേർത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലും അതിനോടൊപ്പം തന്നെ അന്ന് വിദേശകാര്യ സെക്രട്ടറി പദവിയിലിരുന്ന എസ് ജയശങ്കറും ഉണ്ടായിരുന്നു. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ യോഗത്തിൽ വെച്ച് നടത്തിയ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രസ്താവന അത് വലിയ തോതിൽ തന്നെ രാജ്യമൊന്നടങ്കം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മറ്റൊന്നുമല്ല, രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ള ഒരു പരാമർശമാണ് മോദി അന്ന് നടത്തിയത്. എന്തായാലും നമ്മുടെ മാധ്യമങ്ങൾ അതിന് പല വ്യാഖ്യാനങ്ങളും കണ്ടെത്തി. ഏറ്റവും പ്രധാനമായി 1960 ഇന്ത്യയെ പാകിസ്ഥാനും ഒപ്പുവെച്ച സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ ഏകപക്ഷീയമായി പിന്മാറും എന്നുള്ള വാർത്തകളായിരുന്നു ചൂടുപിടിച്ചത്. പക്ഷേ ദില്ലിയിലെ യോഗം കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ തന്നെ ഉറിയിലെ തിരിച്ചടിക്ക് ഇന്ത്യ അതിർത്തി കടന്നുള്ള മറുപടി പാകിസ്ഥാൻ നൽകുകയും ചെയ്തു. അതോടുകൂടി സിന്ധു നദീജല കരാർ ചർച്ച മാധ്യമങ്ങളടക്കം അവസാനിപ്പിക്കുകയും പിന്നീട് ഇതുവരെ അതേക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കും മെനക്കെടാതിരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ള മോദിയുടെ പ്രസ്താവനയ്ക്കുള്ളിൽ കാര്യമായ ഒരു നീക്കം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഇപ്പോഴത്തെ 2024 ഫെബ്രുവരി അവസാന വാരം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന രവി നദിയിലെ ജലം ഇന്ത്യ പൂർണ്ണമായും തടഞ്ഞു വെച്ചുവെന്നും രവി നദിയിൽ ഇന്ത്യ നിർമ്മിച്ച ഷാഹ്പൂർ കണ്ടി അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായി എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പഞ്ചാബിലെ 5000 ഹെക്ടറിലേക്കും അതിനോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ 32,173 ഹെക്ടർ കൃഷിയിടത്തിലേക്കുമാണ് ഈ ഷാഹ്പൂർ കണ്ടിയിൽ നിന്നുള്ള ജലം എത്താൻ പോകുന്നത്. സംബ, കത്വ ജില്ലകളിലെ കർഷകർക്കായിരിക്കും ഈ അണക്കെട്ട് കൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ഷാഹ്പൂർ കണ്ടിയുടെ നിർമ്മാണം പൂർത്തിയായ സംഭവത്തെ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് ഇന്ത്യ ജലം കൊണ്ടുള്ള ഭീകരത ഉപയോഗിച്ചു തുടങ്ങി എന്നാണ്. നമുക്കറിയാം, ഇതുവരെയും ഇന്ത്യ ജലത്തെ ഒരു ആയുധമാക്കി ഒരു രാജ്യങ്ങൾക്ക് നേരെയും പ്രയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കരാറുകളിലൊന്നും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. എപ്പോഴും മറ്റ് ആളുകൾക്കും അല്ലെങ്കിൽ അവിടെയുള്ള കർഷകർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള നയങ്ങൾ മാത്രമേ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളൂ. ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യ ജലഭീകരത കൊണ്ടുവന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഇന്ത്യ തുടക്കം കുറിച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം വന്നത്. എന്തായാലും ജമ്മു കാശ്മീരിലെ കൃഷിയിടങ്ങൾ വെള്ളമില്ലാതെ വരണ്ടുണങ്ങുന്ന സമയത്ത്, ഇവിടുത്തെ ജനങ്ങൾ വൈദ്യുതി ഇല്ലാതെ ഇരുട്ടിൽ കഴിയുന്ന സമയത്ത് രവി നദിയിലെ ജലം പാകിസ്ഥാനിലേക്ക് തടസ്സമില്ലാതെ അയക്കുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന പരാമർശം കൂടി ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതിനർത്ഥം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ വിഷയമാകാൻ പോകുന്ന നിരവധി കാര്യങ്ങളിൽ, പ്രധാനമായും ഈ ആർട്ടിക്കിൾ 370 പിൻവലിച്ച അടക്കമുള്ള വിഷയങ്ങൾക്കൊപ്പം തന്നെ രവി നദിയും അവിടെ പുതുതായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ ഷാഹ്പൂർ കണ്ടി അണക്കെട്ടുമൊക്കെ ചർച്ചയാക്കപ്പെടും എന്ന് തന്നെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുൾപ്പെടെ BJP ഇത് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച് തന്നെ മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.